ഈ BJP ഭരണകൂടത്തിൻ്റെ കിങ് മേക്കറായ എതിർവായിക്ക് തിരുവായിക്ക് എതിർവായില്ലാത്ത അമിത്ഷാ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ഈ വീരേന്ദ്ര സിംഗിന് സാധിച്ചു. അമിത്ഷാ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് അവിടെ ചെന്നപ്പോൾ അത് അവിടുത്തെ മുഖ്യമന്ത്രി ഖണ്ഡിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് ഈ BJP ഭരണകാലത്ത് ഒരു മുഖ്യമന്ത്രിക്കോ ഒരു നേതാവിനോ സാധിക്കാത്ത കാര്യമാണ് അയാൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു പ്രത്യേക ഒരു ശക്തി അല്ലെങ്കിൽ ഒരു നിഗൂഢതയുണ്ട്. മിസ്ത്രിയുടെ വാക്ക് മലയാള അർത്ഥം നിഗൂഢത എന്നാണ്, രഹസ്യമൊന്നുമല്ല. അപ്പോൾ ഈ നിഗൂഢത ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്ന കണക്ഷൻ മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഒരു വർഗീയ ലഹള അല്ലേ? നമ്മൾ പറയുന്നത് കുക്കികളും മെയ്റ്റൈകളും തമ്മിലുള്ള വർഗീയ ലഹള, അങ്ങനെ കണക്കൂട്ടുക. അപ്പോൾ അത് നടക്കുന്ന സൈമിൾട്ടേനിയസ്ലി മണിക്കൂറുകൾക്കുള്ളിൽ 247 മെയ്റ്റേയി ക്രിസ്ത്യൻ പള്ളികൾ, മെയ്റ്റേയികളുടെ പള്ളികൾ. അപ്പോൾ നമുക്ക് കേരളത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ പല ഡിനോമിനേഷനുണ്ട്, പക്ഷേ കാസ്റ്റ് എല്ലാം ഒന്നാണ്. മണിപ്പൂരിൽ നാഗ പള്ളികളുണ്ട്, നാഗ ട്രൈബ്സിൻ്റെ പള്ളികൾ. അവരൊക്കെ എത്നിക് ബേസിലാണ് അവരുടെ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ കുക്കി പള്ളികൾ, മെയ്റ്റേയി പള്ളികൾ, നാഗ പള്ളികൾ. അപ്പോൾ അവിടുത്തെ ഒരാൾ എന്നോട് പറയാണ്, ഒറ്റ നാഗ പള്ളിയെ തൊട്ടിട്ടില്ല. എന്താ കാരണം? നാഗ തൊട്ടപ്പിന് പ്രശ്നം കൂടുതൽ ഗുരുതരവും. അതുകൊണ്ട് അല്ലല്ല, ഞാൻ പറയുന്നത് റിയാലിറ്റി. അവിടെ ആകെ ഒരു നാഗപ്പള്ളി കത്തിക്കാൻ നോക്കി, അപ്പോഴേക്കും അവർക്ക് എവിടെ നിന്നോ മെസ്സേജ് വന്നു, ഡോണ്ട് ഡു ഇറ്റ്. അതുകൊണ്ട് ആ ഒരു നാഗ ഓഫീസർ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ പള്ളി അങ്ങനെ നിർത്തി, രക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞ അജണ്ട എന്താണ്? ഹിന്ദുത്വ അജണ്ട ഉണ്ട്, ഹിന്ദുത്വ അജണ്ട ഉണ്ട്. എന്നാലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ മെയ്റ്റേയി ഞാൻ പറഞ്ഞു, അവർ ഇൻഡിജിനസ് റിലീജിയനാണ്, സെനമാഹിസം. അവരെ അതിൽ കുറച്ച് പേര്, അല്ലെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല, മനുഷ്യന് ഇങ്ങനെ ഏതാനും ഇത് പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് വളരെ ക്ലിയറാണ്, 2 വിഭാഗമുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ കേരളത്തിൽ ഹിന്ദുക്കളില്ലേ, എല്ലാവരും സംഘപരിവാറിലാണോ? അല്ല. വോക്കലായിട്ടുള്ള സംഘപരിവാർ ഔട്ട്ഫിറ്റ്സ് ഇല്ലേ? ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം മെയ്റ്റേയി കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെയ്റ്റേയി കമ്മ്യൂണിറ്റിയിലെ പൊളിറ്റിക്കലി കോൺഷ്യസ് ഹിന്ദുത്വ അറ്റാച്ച്മെൻ്റ് ഉള്ള ഗ്രൂപ്പ്സിന് വേണ്ടത് എന്താണ്? ക്രഷ് ദ കുക്കീസ്. അതാണ് അവരുടെ ഡിമാൻഡ് ഓൺ വൺ സൈഡ്. ആ എക്സ്പെക്റ്റേഷൻ ടോട്ടലി ഫെയിലിയർ. ഈ ചീഫ് മിനിസ്റ്റർക്ക് പോലും പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ മന്ത്രിയുടെ വീട്, കേന്ദ്ര മന്ത്രിയുടെ, വിദേശകാര്യമന്ത്രിയുടെ വീട് കത്തിക്കുന്നത്. ഫ്രസ്ട്രേഷൻ വരികയാണ്. ഇതേ ഞാൻ പറഞ്ഞേ, നമ്മൾ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ, ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകര ഗ്രൂപ്പുകൾ, ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിക്രമം അല്ലെങ്കിൽ അക്രമം ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പുകളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ അവർ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് BJP മന്ത്രിമാരുടെ വീടുകൾ പോലും അല്ലെങ്കിൽ ഓഫീസുകളും അവരെ പോലും ആക്രമിക്കുന്നത്.